നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിൽ ഒട്ടനവധി കോഴ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സിനെ, ഒരു ട്രെയിനിങ്ങിനെയാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഈ മേഖലയിൽ ഒരു പഠനം കഴിഞ്ഞ ഒരാൾ ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ ആ ജോലിക്ക് വേണ്ട പല സ്കില്ലുകളും അല്ലെങ്കിൽ അതിന് വേണ്ട എക്സ്പീരിയൻസ് പലപ്പോഴും കാണാറില്ല. എന്നാൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ ജോലിക്ക് വേണ്ട സ്കില്ലുകൾ സ്വായത്തമാക്കുവാനായിട്ട്, അതല്ലെങ്കിൽ 3 മാസത്തെ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നേടുവാനൊക്കെ സഹായകരമായ വളരെ വ്യത്യസ്തമായ ഒരു കോഴ്സിനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ക്ലാസ് റൂമുകളില്ല, ബാച്ചുകളില്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ജേണിയിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് ജോലിയിലേക്ക് എത്തുവാൻ സഹായകരമായ തികച്ചും വ്യത്യസ്തമായ ഒരു കോഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണും. ഈ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിൽ ഹയറിങ്ങുമായി ബന്ധപ്പെട്ട് അവർ ഫേസ് ചെയ്യുന്ന പല ഡിഫിക്കൽറ്റീസ് ഉണ്ട്. ആ കാര്യം നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ അക്കൗണ്ടിങ് ഔട്ട്സോഴ്സിംഗ് മേഖലയിലെ ഒരു പ്രമുഖ സ്ഥാപനം പ്രോഹബ് പ്രോസസ് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന അഞ്ജന ശങ്കർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അഞ്ജന, വെൽക്കം ടു കരിയർ പാത്വേ. യെസ് അഞ്ജന, എനിക്ക് ആദ്യം അറിയേണ്ടത്, നമ്മുടെ ഈ പ്രോഹബ് നിങ്ങൾ ഈ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടോ? ഫ്രഷേഴ്സിനെ ഞങ്ങൾ പലപ്പോഴും ഇന്റർവ്യൂ ചെയ്യാറുണ്ട്, പക്ഷെ പലപ്പോഴും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റാറില്ല. എന്താ ഇന്റർവ്യൂ ചെയ്തിട്ട് ഹയർ ചെയ്യാനായിട്ട് എന്താ ഡിഫിക്കൽറ്റി ഉള്ളത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വർക്കിൽ മിനിമം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നോളജ് ലെവലും അല്ലാതെയും ഉണ്ട്, പക്ഷെ പലപ്പോഴും അത് അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് പറ്റാറില്ല. നോളജ് ഉള്ള കുട്ടികളെ കണ്ടെത്താറുണ്ട്, പക്ഷെ അവർക്ക് വേറെ എന്താ അവരുടെ ഒരു ഗ്യാപ്പ് ഉള്ളത്? ഇപ്പൊ ഒരു സ്ഥലത്ത് എംപ്ലോയി ആയിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, കുറച്ച് ടേംസും അങ്ങനത്തെ കാര്യങ്ങൾ, അതൊന്നും അവർക്കൊരു നോളജ് ഉണ്ടാവും, ഒരു പ്രാക്ടിക്കൽ നോളജ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ഒരു ഫ്രഷറെ എടുത്തു കഴിഞ്ഞാൽ? പലപ്പോഴും നമ്മൾ ഫ്രഷറെ എടുക്കുമ്പോൾ ഒരു 3 to 6 months ടൈം വേണം നമുക്ക് അവരൊരു എംപ്ലോയി ആയിട്ട്, ഫുൾ ടൈം എംപ്ലോയി ആയിട്ടും അവരുടെ ഫുൾ കിട്ടാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലൂടെ പോയ ഒരാളാണെങ്കിൽ, ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ചെയ്യുന്നതിൽ വിരോധമില്ല. അതെ, അപ്പൊ നമ്മുടെ ആ നോളജ് ഗ്യാപ്പ് അവിടെയൊക്കെ ഫിൽ ആവുന്നുണ്ട്. ഡേ 1 ഓൺവേർഡ്സ് അവർ പ്രൊഡക്റ്റീവായി മാറുകയും. എക്സാക്ട്ലി. അപ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എനിവേ, താങ്ക് യു. യെസ്, അപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്താൽ ആ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഒരു ഡൊമൈൻ നോളജ് പലപ്പോഴും ഫ്രഷേഴ്സിനില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ട് ആ ഡൊമൈൻ നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാലും ഈ എക്സ്പെരിമെൻ്റൽ ലേണിങ്ങിലൂടെ ലഭിക്കുന്ന ഒരു പ്രാക്ടിക്കൽ നോളജ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകാറില്ല. അപ്പം ഒരു എക്സ്പീരിയൻസ് ലേണിംഗ് ലഭ്യമാകുന്ന ഒരു സ്ഥാപനത്തെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സെൽസ് ലാബ് എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനം. പ്രത്യേകിച്ച് ഈ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത് ഈ സെൽസ് ലാബ്. അപ്പോൾ സെൽസ് ലാബിൻ്റെ ഓപ്പറേഷൻസ് ഡയറക്ടർ എൻ്റെ ഒരു സുഹൃത്താണ്, ശ്രീദേവി മാഡം. അപ്പോൾ ശ്രീദേവിയിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ശ്രീദേവി, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു സർ. എനിക്ക് ആദ്യം അറിയേണ്ട, ഈ സെൽസ് ലാബ് വളരെ വ്യത്യസ്തമായ ഒരു പേരാണല്ലോ, എന്താ ഈ സെൽസ് എന്ന് പറഞ്ഞാൽ? സർ, സെൽസ് ലാബ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ്. ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ മിക്ക ഇൻഡസ്ട്രിയിലും വാട്ട് ഹാപ്പൻസ് ഇസ് മാനേജ്മെന്റ് ആവട്ടെ, ഓപ്പറേഷൻ ആവട്ടെ, അക്കൗണ്ട്സ് ഫൈനാൻസ് ആവട്ടെ, HR ആവട്ടെ, ഇവിടെ എല്ലാം നമ്മൾ ഒത്തിരി തിയറിറ്റിക്കൽ നോളജ് ഗെയിൻ ചെയ്യാൻ ഒത്തിരി അവന്യൂസ് ഉണ്ട്, ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് ഹു പിക്ക് അപ്പ് ദ നോളജ് വെരി വെൽ. പക്ഷേ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അവർക്ക് ഇൻഡസ്ട്രിയിൽ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യേണ്ടത്, വാട്ട് ഇസ് ദി എംപ്ലോയർ എക്സ്പെക്ടിങ് ഔട്ട് ഓഫ് ദെം എന്നുള്ളൊരു ഗ്യാപ്പ് ഇപ്പോഴും നമുക്ക് സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാലന്റഡ് സ്റ്റുഡൻസിനും ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ലേണിംഗ് കർവ് ഇസ് ബിഗർ. അപ്പം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സെൽസ് ലാബ്സ് നമ്മൾ ഫോം ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? എല്ലാവരും ഈ ലേണിംഗ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു എന്ന് പറയുന്നു. സെൽസ് ലാബ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ട്രെയിനിങ്, ഒരു മെത്തഡോളജി? റൈറ്റ്. സോ നമ്മളുടെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒബ്ജക്റ്റീവ്. അപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നമുക്ക് ഒരു വർക്ക് ചെയ്തിട്ടുള്ള നോളജ്, അതായത് വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഒരു ഫോർ എക്സാമ്പിൾ നമ്മളുടെ പൈലറ്റ് പ്രോഗ്രാമായ അക്കൗണ്ട്സ് മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിവിടെ വന്ന് ഇരുന്ന് ചെയ്യാൻ പോകുന്നത് അവർ ശരിക്കും ഒരു ജോബിൽ ചെയ്യേണ്ട ടാസ്കുകളാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പം വർക്ക് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ്, അതുകൊണ്ടായിരിക്കും ഞാൻ നോട്ട് ചെയ്ത് ക്ലാസ് റൂംസ് ഒന്നും ഇവിടെ കാണുന്നില്ല, ഇതേപോലെയുള്ള വർക്ക് സ്റ്റേഷൻസ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർ ചെയ്യും, ലേൺ ചെയ്യുവാണ്. അപ്പം വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ റിയൽ ടൈം ഒരു വർക്ക് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, സിമുലേറ്റീവ് മെക്കാനിസത്തിൽ അവർ അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അതിന്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് സർ. അതിന്റെ പ്ലാറ്റ്ഫോംസ് നമ്മളൊരു AI ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് അബ്സല്യൂട്ട്ലി സർ, AI ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് അവരൊരു ജോബിൽ വർക്ക് ചെയ്യുന്ന പോലെ അവർക്കൊരു സ്ഥാപനം ഉണ്ടാവും, സ്ഥാപനത്തിന്റെ കൊളീഗ്സ് ഉണ്ടാവും, പക്ഷെ ഇതെല്ലാം വെർച്വൽ ആണെന്ന് മാത്രം. അപ്പം ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ട ജോലി എന്താണോ അതൊക്കെ ആയിരിക്കും അവർക്കൊരു ടാസ്ക് രൂപത്തിൽ അവരിവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കോഴ്സിന് അങ്ങനെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട് സർ. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ പൈലറ്റ് പ്രോഗ്രാം ആണ്, ഇറ്റ്സ് കോൾഡ് CAP. Yes. CAP ആണോ? CAP sir. എന്താ ഫുൾ ഫോം? സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ ആണ് CAPന്റെ ഫുൾ ഫോം. ഡ്യൂറേഷൻ അങ്ങനെയൊക്കെ സർ അതൊരു 3 months പ്രോഗ്രാം ആണ്. ശരിക്കും നമ്മൾ CAP കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 months കൊണ്ട് 3 years എക്സ്പീരിയൻസ് പാർട്ടിസിപ്പന്റിന് കിട്ടുക എന്നുള്ളതാണ്. വർക്ക് എക്സ്പീരിയൻസ് പോലെ തന്നെ ഇതൊരു 200 hour പ്രോഗ്രാം ആണ്. അപ്പം ഈ 200 hour പ്രോഗ്രാമിൽ അവരൊരു മൾട്ടിപ്പിൾ ലെവൽസിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ എങ്ങനെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, ദെൻ അത് സർവീസ് മേഖലയാണെങ്കിൽ അടുത്തത് ട്രേഡിംഗ് മേഖലയായിരിക്കും, അവിടെ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ അവർ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് എന്തൊക്കെ ഒരു പഠിക്കാനായിട്ട് പറ്റും? ഡെഫിനറ്റ്ലി അതിനകത്ത് അവർക്ക് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബിസിനസ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ആൻ അക്കൗണ്ടന്റ്, ഹൗ ഡു യു മാനേജ് ഫയൽസ്, എങ്ങനെ പ്രിന്റ് എടുക്കാം, എങ്ങനെ സ്കാൻ ചെയ്യാം, അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള സാധനം മുതൽ നമ്മൾ മേലോട്ട് അവരെ ഒരു പ്രഷർ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ. എന്തെങ്കിലും ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു വരുന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ അവർക്കും ചെയ്യാം സർ. കാര്യം ഒരു CAP ഇന്റൻസീവ് എന്ന് പറഞ്ഞൊരു 1 month പ്രോഗ്രാം കൂടി നമ്മൾ മറ്റേത് 3 months ആയിരുന്നു. അത് 3 months ആയിരുന്നു, ഇത് 1 month ആണ്. അപ്പം അനലിറ്റിക്സ് വരെയും നമുക്ക് കവേർഡ് ആണ്, ഈ 2 പ്രോഗ്രാമിലും കവേർഡ് ആണ്. അപ്പം ഡേറ്റ അനലിറ്റിക്സ് അതായത് അക്കൗണ്ടിംഗ് മേഖലയിലുള്ള അനലിറ്റിക്സ് വരെ കവേർഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഈ അക്കൗണ്ടിംഗ് എൻട്രി ഇടാനൊക്കെ ബോട്ട്സ് വരും സർ, റോബോട്ട്സ് വരും, റോബോട്ടിക് ഒക്കെ കുറെ ഇന്റർവെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ആസ് എൻ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കില്ലും അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് സ്കിൽ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് നാളത്തെ ഡൈനാമിക് ഒരു വേൾഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ബാച്ചസ് ആയിട്ടാണോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രാം? സർ അതാണ് ഇതിന്റെ ഒരു രസമായിട്ടുള്ള കാര്യം. അതായത് ടൈം സ്ലോട്ട് വെച്ചിട്ടാണ് സർ ഇത് പോകുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ 10 to 12 എന്ന സ്ലോട്ടിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങൾ റൂമിൽ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ജേർണി ഈസ് ഇൻഡിവിജ്വൽ. ഓരോരുത്തരുടെ ജേർണി ഇൻഡിവിജ്വൽ ആണ്. അവരാണ് ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ജേർണി ആണ് ഓരോരുത്തരുടെയും. അവർ ഒരേ ടൈം സ്ലോട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ബാച്ച് മേറ്റ്സ് എന്ന് വിളിക്കാം, ബട്ട് അവരുടെ ജേർണി ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ജോയിൻ സ്ലോട്ട് അവർക്ക് ചൂസ് ചെയ്യാം. ഒരിക്കൽ സ്ലോട്ട് ചൂസ് ചെയ്താൽ ആ സ്ലോട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുക. 2 അവസരങ്ങളുണ്ട് അവർക്ക് സ്ലോട്ട് മാറ്റാനായിട്ട്. അത് ഓരോ ലെവലിൽ കഴിയുമ്പോഴാണ് ആ സ്ലോട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇറ്റ് വിൽ ബി ലൈക്ക് ദേ കമ്മിങ് ടു ആൻ ഓഫീസ്. അതേപോലെ തന്നെ ഗ്രൂം ചെയ്ത് തന്നെ വരണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത്. കൊച്ചിയിൽ മാത്രമേ ഇതുള്ളൂ, അതോ ഓൺലൈൻ ആയിട്ടുള്ള ഓഫർ ചെയ്യുന്നുണ്ടോ? സർ കൊച്ചിയിലും കോഴിക്കോടും നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാലിക്കറ്റിലും നമ്മളുടെ സെന്റർ ഉണ്ട്, മാവൂർ റോഡ് തന്നെയാണ്. പക്ഷേ ഇത് ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കില്ല സർ. ഇതിനകത്ത് നമ്മൾ ഇവിടെ വന്ന്, അതായത് ഓഫീസ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ആ എക്സ്പീരിയൻസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവരിവിടെ വരികയും സെന്ററിൽ വന്ന് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്ക് നോളജ് സെഷൻസ് തന്നെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി കണ്ടന്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ നോളജും വർക്കും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടാണ് സർ. ഓക്കെ, എനിവേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് മനസ്സിലാക്കിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു ശ്രീദേവ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ സെൽസ് ലാബിൽ പഠിച്ച ചില വിദ്യാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടി ഒന്ന് മനസ്സിലാക്കാം. സ്റ്റെല്ല അല്ലേ? ഓക്കെ, സ്റ്റെല്ല ഈ ക്യാപ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ് അല്ലേ? കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് സൂചിപ്പിക്കാമോ? ഞാൻ MCOM ആണ് പഠിച്ചത്. അപ്പം അതിനുശേഷം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. ഞാൻ ഇത്രയും നാളും പഠിച്ച നോളജ് ഒരു കമ്പനിയിൽ കയറുമ്പം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്യാപ്പ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞതും ഞാൻ അത് ചെയ്തതും. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ബെനിഫിറ്റ് എൻ്റെ ആ കൺഫ്യൂഷൻസ് എല്ലാം മാറി. അപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ട ഒരു നോളജ്, ഒരു പ്രാക്ടിക്കൽ നോളജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാപ്പിലൂടെ എനിക്ക് കിട്ടിയത്. ജോലി കിട്ടി. ഞാനിപ്പം പ്രോഹ പ്രോസസ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യാണ്.
അപ്പോൾ അത് ഡൊമസ്റ്റിക് ആണോ വർക്കുകൾ എങ്ങനെയാണ്? ഞാൻ ആദ്യം കുറച്ച് നാൾ ഡൊമസ്റ്റിക്കിൽ വർക്ക് ചെയ്തു, പിന്നീട് ഞാനിപ്പം ഇന്റർനാഷണൽ വർക്ക്സിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇന്റർനാഷണൽ വർക്ക്സ് ആണ്. അതെ. എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയോ ഇവിടുത്തെ പഠനം? തീർച്ചയായും, കാരണം എനിക്ക് ഈ കോഴ്സിൽ ആദ്യം ടാലി സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, ക്വിക്ക് ബുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സോഫ്റ്റ്വെയർസ് എല്ലാം പഠിച്ചത് കാരണം എനിക്ക് 2 ഡിപ്പാർട്ട്മെന്റിലും ഈസി ആയിട്ട് ആ സോഫ്റ്റ്വെയർസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. വർക്ക് ആണെങ്കിലും കുറെ കൂടെ ഇവർ പറയുന്ന കാര്യങ്ങൾ, മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ടീം പറയുന്ന കാര്യങ്ങൾ കുറെ കൂടെ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്ത വർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എന്തായാലും ഈ കോഴ്സ് ബെനിഫിഷ്യലായി. അജിത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, അജിത്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? എക്സ്പീരിയൻസ് കഴിഞ്ഞാണ് ഈ ക്യാപ്പ് പഠിക്കാനായിട്ട് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും ഒരു എക്സ്പീരിയൻസ് ഉള്ളയാൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വീണ്ടും വന്നത്? ഞാനൊരു ഫ്രഷറായിട്ട് കയറുമ്പം നമുക്ക് ബേസിക് തിയറി മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. സോ നമ്മൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നത്. സോ അതിന് വർക്ക് സ്റ്റാർട്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും എനിക്കൊരു ഗ്രോത്ത് ഫീൽ ചെയ്യുന്നില്ല. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? നിയർലി 2 years എക്സ്പീരിയൻസ്. ഗ്രോത്ത് ഫീൽ കിട്ടുന്നില്ല. ഇല്ല. സോ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സോഫ്റ്റ്വെയർസ് പഠിച്ചിരുന്നത് നല്ലതായിരിക്കും എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് സെൽസിന്റെ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞതും സോ അതിനുശേഷം ജോയിൻ ചെയ്തതും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു? അതെ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ജോലിയിലേക്ക് എത്തിയോ? അതെ, ഞാനും ഇതുപോലെ പ്രോസസ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുകയാണ്. ഗുഡ്. ദേവിക അല്ലേ? ദേവിയ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ദേവിയ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാനായിട്ട് കാരണം? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ BCom ഗ്രാജുവേറ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടുത്തെ റിക്വയർമെന്റ്സ്, ഏത് വർഷം? ഞാൻ 2022 പാസ് ഔട്ട് ആണ്. അതെ. അപ്പോൾ അതിനുശേഷം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ പറയുന്ന റിക്വയർമെന്റ്സ്, അതായത് ബേസിക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ പറ്റിയിട്ടൊന്നും എനിക്ക് യാതൊരു പരിചയമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് തിയറി ബേസ്ഡ് മാത്രം ഞാൻ ഇത്രയും നാളായിട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പോഴെനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രം പോരാ, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് എനിക്കൊരു ഫേമിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കൽ ഒരു നോളജും വേണമെന്ന് തോന്നി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ കോഴ്സ് ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പൊ എത്ര നാളായി ഇത് പഠിക്കുന്നു? ഇപ്പൊ ഒരു 1.5 months കംപ്ലീറ്റ് ആയി. ഇനി ഒരു 1.5 months ഹാഫ് വേ ആയി. അപ്പൊ ഇത്രയും പഠിച്ചു. ഞാനിപ്പോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡീൽ ചെയ്യാനൊക്കെ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു ഒരു അക്കൗണ്ടന്റ് എന്നുള്ള ഇതേപോലെ ബേസിക് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് കൂട്ടിയും കുറയ്ക്കുക അങ്ങനെ. പക്ഷെ അതൊന്നും മാത്രമല്ല, അതിനപ്പുറവും ഉണ്ട് ഒരു അക്കൗണ്ടന്റ് റെസ്പോൺസിബിലിറ്റീസും വർക്ക് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴും ഞാൻ ഇത്രയും നാൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ടുണ്ട്. ഇനിയും പക്ഷെ ഇനിയും പെർഫെക്റ്റ് ആവാനുണ്ട്. അപ്പോൾ ഈ കോഴ്സ് എനിക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് തന്നു. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത എല്ലാവരോടും നന്ദി. താങ്ക് യു. അപ്പോൾ നമുക്കിനി സെൽസ് ലാബിൻ്റെ ഒരു ഫാക്കൽറ്റിയും കൂടിയായിട്ട് ഒന്ന് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ജയലക്ഷ്മി അല്ലേ? അതെ. ഓക്കെ, ജയലക്ഷ്മി ഈ ഇതേപോലെയുള്ള ഒരു ഒരു ന്യൂ അല്ലെങ്കിൽ ഒരു പുതിയ മെത്തഡോളജിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കൺവെൻഷണൽ ആയിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് വ്യത്യസ്തമായിട്ട് തോന്നുന്നു? ഞാനൊരു 5-6 years നമ്മളെ പഴയ രീതിയിൽ തിയറി പഠിപ്പിക്കുന്ന പരിപാടി പഠിപ്പിച്ചു. അപ്പം ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. അപ്പം ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടെ നമ്മളൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ മെയിൻ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ കോഴ്സ് ഒക്കെ പഠിച്ചു അല്ലെങ്കിൽ നോളജ് ഒക്കെ കിട്ടി, പക്ഷെ ഇത് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർ ഇന്റർവ്യൂവിന് പോയിട്ട് വന്നിട്ട് ഫീൽ വെരി ഡിഫിക്കൽട്ടി ടു എംപ്ലോയർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ അതെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദേ വിൽ ഗെറ്റ്. ഇപ്പം നമ്മളൊരു അക്കൗണ്ടന്റ് ആയിട്ട് ചെന്നിരിക്കുമ്പോൾ അക്കൗണ്ടൻസി മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരും, ഇന്റേണൽ എക്സ്റ്റേണൽ എന്റിറ്റീസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വരും. എവറിത്തിങ് വിൽ കവർ ഈ ഒരു വർക്ക് എക്സ്പീരിയൻസിലൂടെ. വലിയ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണുള്ളത്. അതെ. അത് ആസ് എ ടീച്ചർ ഞാനും ഇപ്പോൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റുഡൻസിന്റെ അംബീഷൻ ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസാണ് നമുക്ക് വരുന്നത്. വളരെ അംബീഷ്യസ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്, വളരെ സ്കിൽഡ് ആയിട്ടുള്ള. സ്കിൽഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ നോളജ് ആണ് അവർക്ക് ഇല്ല. തിയറി നോളജ് ഈസ് വെരി തറവായിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രാക്ടിക്കലി വരുമ്പം എവരിവൺ ഈച്ച് ആൻഡ് എവരിവൺ ഡെവലപ്പ് ചെയ്ത് ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നു. അതെ വരുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു. താങ്ക് യു സർ. അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ ഈ സെൽസ് ലാബിൽ കണ്ടത്.
ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ സെൽസ് ലാബുമായി ബന്ധപ്പെടാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്.